ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മേഘനാഥനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മേ അമ്മേ, ദേ അവള് പോയമ്മേ, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവാ ഉണ്ണി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ, പ്രതാപനങ്ങളെയും വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മേഘൻ പ്രതാപനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗമാണ് നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടത്. അപ്പൊ അതന്നെയാണ് ഇന്ന് നടക്കാൻ പോണത്. അങ്ങനെ മേഘനാഥനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെ അവളുടെ അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചത്ത് ഒടുങ്ങിക്കിടക്കുന്ന മഹാലക്ഷ്മിനെ സ്വപ്നം കണ്ടിട്ട് മേഘനാഥൻ പ്രതാപനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. അവിടെ എത്തുമ്പോ തന്നെ ആദ്യം മുമ്പിലിരിക്കുന്നത് നമ്മുടെ ഉണ്ണിയാണ്. ഉണ്ണിനെ കാണുമ്പത്തിന് എടാ ഉണ്ണി, നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടത്തിയല്ലടാ, നീയും എന്റെ അച്ഛനും കൂടിയിട്ട്. ഹോ, എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ലടാ. നിങ്ങളാണിത് നടത്തിയെന്നുണ്ടെങ്കിൽ ഫുൾ സന്തോഷം എനിക്കാടാ, ഞാൻ നിങ്ങൾക്ക് ഇതിന് ട്രീറ്റ് തരുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി, അത് ഞാൻ പറഞ്ഞോട്ടെ. വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലടാ, നീ എന്തിനാ വിഷമിച്ചിരിക്കണ പോലെ? ഓ, അഭിനയിക്കണമല്ലോ അല്ലേ? അല്ല വല്ല മീഡിയക്കാരെങ്ങനെ വരുവോടാ, പത്രക്കാരും ടി വിക്കാരൊക്കെ വരുമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്ക് ഇനിയിപ്പോ ഒന്നും കേൾക്കണ്ട. കാണണം, അവളെ കാണണം. മൂക്കിൽ പഞ്ഞി വെച്ച് തലയിൽ കെട്ടൊക്കെ കെട്ടിരിക്കുന്ന അവൾ എനിക്കൊന്ന് സമാധാനമായിട്ടൊന്ന് കാണണം. വാ വാ അങ്കിളെ, പ്രതാപൻ അങ്കിളെ എന്നൊക്കെ വിളിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ് നമ്മുടെ മേഘൻ കേട്ടോ. അവിടെയൊക്കെ ഇപ്പൊ ഉണ്ണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈശ്വര, ഇവന്മാരൊക്കെ ഇവനെങ്ങനെ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ തീർന്നു. സ്വന്തം അച്ഛനാണെങ്കിൽ നട്ടെല്ലോടിഞ്ഞ് കിഡ്നിക്കും പ്രശ്നമായിട്ട് വാരിയെല്ലും തകർന്ന് കിടക്കാണല്ലോ എന്നൊക്കെ ഇനി ഉണ്ണീനെ വിചാരിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ ഐസിയുള്ളിൽ കയറുമ്പോഴേക്കും മേഘനാഥന്റെ കണ്ണ് തള്ളിപ്പോണം. അയ്യോ അച്ഛാ, അച്ഛാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മേഘനാഥന്റെ അടുത്തേക്ക് പോണം. അയ്യോ ഈശ്വര, ഇതെന്ത് കോലാണിത്, ഇതെന്ത് മറിമായാണ് സംഭവിച്ചെന്ന് ചോദിക്കാണ്. അത് ഞാനും ആലോചിക്കണത്. മഹാലക്ഷ്മി കാണാൻ വന്നിട്ട് മഹാലക്ഷ്മി മാറിയിട്ട് വാമനായോ എന്ന് പറയുമ്പോഴേക്കും, എന്നാലും എന്റെ അച്ഛൻ ഈ അവസ്ഥ വന്നല്ലോ. ഈശ്വരൻ, എനിക്ക് ഞാൻ കാണുന്ന സ്വപ്നം എങ്ങാനും ആണോ? സ്വപ്നം ഒന്നല്ലടാ, സത്യം തന്നെയാണ്. അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമൊന്നുമില്ല എന്ന് പറയണം. എന്റെ അച്ഛന് എന്താ സംഭവിച്ചത്? എന്റെ അച്ഛനായത്? ആ, നിങ്ങളുടെ അച്ഛനാണോ? അച്ഛന് കാര്യമായിട്ടുള്ള പരിക്ക് തന്നെയാണ് പറ്റിയത്. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? മോളിന്ന് വീണെന്ന് പറഞ്ഞു. ആര് വീണെന്നോ എന്ത് വീണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ആരോ വീണെന്നാ പറഞ്ഞത്. മഹാലക്ഷ്മിയോ? അതാരോന്നൊന്നും എനിക്കറിയില്ല. വീണത് ഇദ്ദേഹമാണ്. നട്ടെല്ലിന് നല്ല പരിക്കുണ്ട്, വാരിയെല്ലിനും നല്ല തകർച്ചയുണ്ട്, പിന്നെ കിഡ്നിക്ക് പ്രശ്നമുണ്ട്. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയില്ല. ഇപ്പൊ ജീവൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അഥവാ റിക്കവർ ആയാലും ഇനി ബെഡിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയണം. അതേസമയം മഹാലക്ഷ്മിക്ക് കാര്യം മനസ്സിലായിട്ടോ. ഇവര് ശരിക്കും പറഞ്ഞാൽ തനിക്ക് വെച്ച കുടുക്കിൽ വീണിരിക്കുന്നത് ഇങ്ങേരാണെന്ന്. മഹാലക്ഷ്മി സന്തോഷ വാർത്ത ചൂടോടുകൂടി തന്നെ നമ്മുടെ കരുണേനൊക്കെ പോയി അറിയിക്കുന്നുണ്ട്. അവരൊക്കെ ആകെ ഷോക്ക് ആവാട്ടും. അതേസമയം മേഘനാണെന്നുണ്ടെങ്കിൽ, ഈശ്വര, ഞാനിത് എങ്ങനെ സഹിക്കും, ഞാൻ അമ്മയുടെ അടുത്ത് എങ്ങനെ പറയൂ? അമ്മയാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അച്ഛന്റെ ഈ അവസ്ഥ കാണുമ്പോ അമ്മ എന്ത് കരുതും? ഈശ്വര, ഇതിപ്പോ ശവം പോലെ ആയാലോ എന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാകെ വെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് അവനൊന്ന് കാണണം, ആ ഉണ്ണീനെ. അവനാണ് എല്ലാത്തിനും കാരണം. അവനാ പറഞ്ഞത് മഹാലക്ഷ്മിയാ വീണെന്ന്. എടാ, അവൻ കറക്റ്റ് ആയിട്ട് മഹാലക്ഷ്മിയാണ് വീണത് എന്ന് പറഞ്ഞോ? അതൊക്കെ ഇപ്പൊ ചോദിച്ചാൽ എങ്ങനെ ശരിയാവും? എന്തായാലും അവൻ അങ്ങനെ തന്നെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത്. അവനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടോ ഉണ്ണിയുടെ അടുത്തേക്ക് വരണം. അപ്പൊ ഉണ്ണിക്ക് കാര്യം മനസ്സിലായിട്ടോ. അത് പിന്നെ ഞാൻ അത് പറയാൻ വേണ്ടിട്ടാ വന്നത്. എന്ത് പറയാനായിട്ട്? ഇനി നീ ഒന്നും പറയണ്ട. നിങ്ങളെ കൊണ്ടൊക്കെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കോ? ഓ, പറഞ്ഞത് കേട്ടാ തോന്നും നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര സക്സസ് ആയിരുന്നെന്ന്. എന്തായാലും ഇത് വരുത്തി വെച്ചത് തന്നെയാണ് അങ്കിള്. കാരണം മഹാലക്ഷ്മിക്ക് വേണ്ടി കുരുക്കി വെച്ച് എല്ലാം ശരി തന്നെയാണ്. അവളവിടെ തട്ടില് പതുക്കെ ഒന്ന് കാല് വെച്ചിട്ട് കാല് മാറ്റി. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, അങ്കിള് വിചാരിച്ചു, മാമൻ വിചാരിച്ചു ആ തട്ടിന് വല്ല ബലമൊന്നും ഉണ്ടാവില്ല വെച്ചിട്ട് ആ പണിക്കാരനെ വഴക്ക് പറഞ്ഞ് ആ തട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് നിലത്തേക്ക് വീണത് എന്ന് പറയാണ്. ഓ, കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാണ് പ്രതാപൻ പറയുമ്പോഴേക്കും നമ്മുടെ മേഘം പണ്ട് എന്ത് കഷ്ടകാലം. എല്ലാത്തിനും കാരണക്കാരി അവളാണ്, ആ മഹാലക്ഷ്മി. എന്റെ അച്ഛൻ ഇങ്ങനെ കിടക്കണേനും കൂടി ഞാൻ അവളെ പകരം വിട്ടു. ഇപ്പൊ ഒന്നിനും പോവണ്ട. നോക്ക്, ഇപ്പൊ അങ്കിളുടെ നില കുറച്ച് ഗുരുതരമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും 24 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞത്. എടാ, എന്തെങ്കിലും ബ്ലഡോ കാര്യങ്ങളൊക്കെ അല്ല ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയണം. ഹോ, ഇനി അച്ഛൻ എന്തിനു കൊള്ളാം? അങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പൊ ആ സ്ഥാനത്ത് നമ്മളാരെങ്കിലും വീണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരിങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഏതവസ്ഥയാണെങ്കിലും അച്ഛനെ നോക്കിയാൽ മതി എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ മഞ്ജു ആണെങ്കിൽ പൊട്ടിത്തെറിക്കാട്ടോ. അതെ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ എന്റെ ഏടത്തി വീണു എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയായിരുന്നു അമ്മയും മോനും കൂടി ഇവിടെ ആഘോഷം? അത് തന്നെയാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മോനൊരു മന്ദബുദ്ധിയാണെന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മോൻ എന്തോ എഞ്ചിനീയറിംഗ് ആണെന്നോ അതാണെന്നോ? നിങ്ങളുടെ മോനെ എന്താ ശരിക്കും പറഞ്ഞാലേ എഞ്ചിനീയറിംഗിന്റെ സീറ്റ് വാങ്ങിച്ചത് പൈസ കൊടുത്തിട്ടല്ലേ? നിങ്ങളുടെ മോൻ എഞ്ചിനീയറിംഗിന് പോയതൊക്കെ ശരി തന്നെ, പക്ഷെ ബുദ്ധിയില്ല. എന്റെ കണ്ണേട്ടൻ എഞ്ചിനീയറിംഗിന് പോയിട്ടില്ല, പക്ഷെ ആൾക്ക് നല്ല ബുദ്ധിയാ. ആളുടെ അരക്ക് കീഴ്പോട്ട് മാത്രമേ തളർന്നിട്ടുള്ളൂ, അരക്ക് മേൽപോട്ട് നല്ല ബുദ്ധി, നല്ല സാമർഥ്യം ഉണ്ട് എന്റെ കണ്ണേട്ടന്. പക്ഷെ നിങ്ങളുടെ മോനെ അരക്ക് മേൽപോട്ടിലാ തളർന്നിരിക്കണത്. എന്നുവെച്ചാൽ തലച്ചോറിലെ ബുദ്ധി
അത് തളർന്നു പോയി എന്ന് പറയണം. എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോ വിധവയാവേണ്ടി വരും, ചിലപ്പോ കിടന്ന കിടപ്പിൽ ഇനി അങ്ങനെ നോക്കേണ്ടി വരും. നീ എന്തൊക്കെയാടി പറയണത്? അപ്പോ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? ഓ, മോൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അമ്മയടുത്ത്. എന്നാ ഞാൻ പറയാ, അതെ, ടെറസിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് എന്റെ ഏട്ടത്തി വീണത് ഭയങ്കര സന്തോഷമായിരുന്നില്ലേ? എന്നറിഞ്ഞോ? വീണതെ എന്റെ ഏട്ടത്തി ഒന്നല്ല, പിന്നെ ആരാ വീണത്? ആരായിരിക്കും? ഈശ്വരാ, എന്റെ ഏട്ടനാണോ? പിന്നെ അല്ലാതെ എന്ന് പറയാണ്. എടി കൊലദ്രോഹി, എന്നിട്ട് നീ ഇങ്ങനെ സന്തോഷിക്കുകയാണോടെ? അതെ, ദുഷ്ടത്തരം കാണിച്ച അത് അപ്പ കിട്ടും. മുമ്പൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ, ഇപ്പൊ അപ്പ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു അവിടെ പോവാട്ടോ. അതേസമയം ഉണ്ണിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടർ എന്തായി, എന്തെങ്കിലും പറയാനായോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ നോക്കാം, നമുക്ക് നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം എന്ന് മാത്രമേ പറയുള്ളൂ. കരുണക്കൊക്കെ ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ. അപ്പൊ തന്നെ ഉണ്ണീനെ ഫോൺ വിളിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ എന്ത് കുന്തോ ചെയ്തോണ്ടിരിക്കണത്? അവള് വീണെന്ന് പറഞ്ഞിട്ട് അവസാനം വീണിരിക്കണത് ആരാ? എടി, ദേ എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക, നീ ഒന്ന് ഫോൺ വെച്ചേ എന്ന് പറയാണ്. എന്നാലും സന്തോഷിക്കാം, അവളുടെ അടിയന്തരവും അതുപോലെ തന്നെ അവളുടെ 16 ഒക്കെ ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ച്. സാധാരണ 16-നും 7-നേക്ക് എല്ലാവരും ഇലയിൽ ഊണാണ് കൊടുക്കുന്നത്. ഇവളുടെ 16-ന് 7-നേക്ക ബിരിയാണി കഴിക്കാന്ന് വെച്ചായിരുന്നു. എല്ലാം നശിപ്പിച്ചല്ലോ എന്ന് പറയണം. നീ ഈ കാര്യം അമ്മയടുത്ത് പറഞ്ഞോ? ഓ, പറഞ്ഞു. ഞാനല്ല, മഹാലക്ഷ്മി, അവളിവിടെ വന്നിരുന്നു, അവള് തന്നെയാ എല്ലാം പറഞ്ഞത്. അവളുടെ അമ്മക്കും അവൾക്കൊക്കെ ഇപ്പൊ സന്തോഷമായിട്ടുണ്ടാകും എന്ന് പറയാണ്. നീ ഏതായാലും ഫോൺ വെക്ക്, ഇവിടത്തെ കാര്യം ഒന്നും പറയാനായിട്ടില്ല, 24 മണിക്കൂറാണ് ഡോക്ടർ സമയം പറഞ്ഞേക്കണത്, അതിനുള്ളിൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയണം. അല്ല, മേഘേട്ടൻ അവിടെ എത്തിയോ? എത്തി. മഹാലക്ഷ്മിയുടെ ശവം കാണാനായിട്ടല്ല എല്ലാവരും വന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ ഫോൺ വിളിച്ചപ്പോ മഹാലക്ഷ്മി വീണു എന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു, നിങ്ങൾ വീണു എന്ന് പറഞ്ഞു. വീണെന്നല്ലേ പറഞ്ഞോളൂ, മഹാലക്ഷ്മി വീണു എന്ന് ഞാൻ പറഞ്ഞോ? മഹാലക്ഷ്മി വീണെന്ന് നിങ്ങൾ അങ്ങോട്ട് ചിന്തിച്ചെടുത്തതല്ലേ? അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നു അവൾക്ക് മുടിഞ്ഞ ഭാഗ്യമാണെന്ന്. മുമ്പ് തൊട്ടേ അങ്ങനെ തന്നെയാണ്, മുടിഞ്ഞ ഭാഗ്യം തന്നെ അവൾക്ക് എന്ന് പറയാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊക്കെ പറയണം. മേഘനാഥനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു സമാധാനം കേട്ടോ. ഈശ്വരൻ, ഞാനിപ്പോ എന്താ ചെയ്യാ? ഇതെങ്ങാനും ഞാനിപ്പോ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഇതെങ്ങാനും കേസ് എങ്ങാനും ആയെങ്കിലോ? കുഴപ്പമില്ല, കേസ് വേണ്ടാന്നെങ്ങാനും പോലീസ് വരുമ്പോ പറയാം. കേസ് എങ്ങാനും ആയിക്കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്ന ഉറപ്പാണ്. ഫസ്റ്റ് ഉണ്ണിയായിരിക്കും പിടിക്കപ്പെടുന്നത്, പിന്നെ അതിന് വാർക്കപ്പണി ചെയ്ത് ആ പണിക്കാരും തൊഴിലാളിയും പിടിക്കപ്പെടും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടാകും. അതുകൊണ്ട് എന്തെങ്കിലും കേസും കാര്യങ്ങളൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് അച്ഛനൊന്ന് റിക്കവർ ആയിട്ട് ഒന്ന് കൊണ്ടുപോയാൽ മതി. അതിനുശേഷം ഐസിനുള്ളിൽ കൂടി നമ്മുടെ മാമനെ നോക്കുമ്പോഴേക്കും പുള്ളിക്കാരൻ ബോധമില്ലാണ്ട് അങ്ങനെ കിടക്കാട്ടോ. അങ്ങോട്ടെന്നോ ഇങ്ങോട്ടെന്നോ ഇല്ല, അങ്ങനെ കിടക്കാണ്. എന്തായാലും പുള്ളിക്കാരൻ നല്ലൊരു അടിപൊളി പണിയാണ് കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നല്ല, പുള്ളിക്കാരൻ ശരിക്കും ഇനിയാണ് പാഠം പഠിക്കാൻ പോണത്. ഇങ്ങനെ തളർന്നൊടിഞ്ഞ് കിടക്കണ ഇയാളെ നോക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. അയാൾ അങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പോഴാണ് മഞ്ജുവിന്റെയും മഹാലക്ഷ്മിയുടെ കണ്ണന്റെ ഒക്കെ വില ഇയാള് മനസ്സിലാക്കാൻ പോണത്. പിന്നെ നമ്മുടെ മഞ്ജുവിനെ അടിച്ചോണ്ട് പോകാൻ പോകട്ടെ സാഗർ അങ്ങനെ നാളെയാണ് മഞ്ജുവിനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ പോവാണ്. അതായത് നമ്മുടെ ആ മേഘന്റെ മുമ്പിൽ തന്നെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മഞ്ജു ആദ്യം മടിക്കുന്നുണ്ടെങ്കിലും എന്തിനാ ഇയാളുടെ കൂടെ മേഘനെ പോലത്തെ ഒരു വൃത്തികെട്ടവരുടെ കൂടെ ജീവിതം കഴിക്കണത്? അതിനേക്കാൾ നല്ലത് സാഗറിന്റെ കൂടെ പോവാണെന്ന് നമ്മുടെ മഞ്ജു വിചാരിച്ച് സാഗറിന്റെ കൂടെ ഇറങ്ങി പോകട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.